ഈ സുന്നി വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സെലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട്. അവര് മുശ്രിക്കാണ്, അഥവാ സത്യനിഷേധികളാണ്, അവര് മുസ്ലിം അല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗങ്ങളുമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇത് ഞാൻ കേവലം ഉന്നയിക്കുന്ന ഒരാരോപണമല്ല, മറിച്ച് ഞാനതിന് കൃത്യമായ നിലക്ക് തെളിവുകൾ പറയാം. അപ്പോൾ സുനിത ദേവദാസിനും അത് കൃത്യമായ നിലക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ അനുചരന്മാരുമൊക്കെ വിശ്വസിക്കാത്ത, അതല്ലെങ്കിൽ അവരുടെ ചര്യയ്ക്ക് വിരുദ്ധമായ, ഇസ്ലാമിക പൈതൃകത്തിനും പാരമ്പര്യത്തിനും എതിരായ വിരുദ്ധമായ പല വിശ്വാസ കാര്യങ്ങളും ആചാരങ്ങളുമൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ജവാദ് മുസ്തഫാവിയും അദ്ദേഹത്തിൻ്റെ സംഘടനക്കാരുമാണ്. നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ വളരെ ലളിതമായ 2 ഉദാഹരണങ്ങൾ എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കുമൊക്കെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഉദാഹരണം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് അള്ളാഹുൽ പ്രപഞ്ച സൃഷ്ടാവ് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുന്നത്. അതിൽ വേറെ ഒരാൾക്കും ആ അധികാരം നൽകിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ലോകം നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും നൽകുകയായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് നൽകുമായിരുന്നു, അദ്ദേഹത്തിന് ശേഷമുള്ള ഖലീഫമാർക്ക് നൽകുമായിരുന്നു. പക്ഷേ ഈ ലോകം നിയന്ത്രിക്കുക എന്നത് ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ ജവാദ് മുസ്തഫാവിയും പ്രത്യേകിച്ച് AP വിഭാഗം സമസ്തക്കാരുമൊക്കെ ഇവിടെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണ്, കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരണപ്പെട്ടു പോയ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയാണ് ഈ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിയാരും ഈ മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളും. ഈ CM മടവൂർ ശരിക്കും ജനിക്കുന്നത് തന്നെ 1929 ജനിക്കുന്നത്. അങ്ങനെ ഈ CM മടവൂരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് നിരന്തരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലെ വലിയ മുസ്ലിയാക്കന്മാരും ചെറിയ മുസ്ലിയാക്കന്മാരും. ഈ മണ്ടത്തരം ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് കൃത്യമാണ്. ഇപ്പോൾ സുനിത ദേവദാസിന് വേണമെങ്കിൽ ഗൂഗിളിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇവർ സംസാരിക്കുന്ന ഇഷ്ടം പോലെയുള്ള സംസാരങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയത്, ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് ആരാണ് അവാന്തര വിഭാഗം? ഒന്നാമത്തെ ഉദാഹരണം.